ഹലോ ഓൾ. അപ്പോൾ സെയിം ക്വസ്റ്റ്യനിൽ സെയിം രീതിയിൽ ഞാൻ പുതിയൊരു വീഡിയോ കൂടി എടുക്കാൻ പോകുന്നു. കാരണം രണ്ട് വിഷയങ്ങൾ പെട്ടെന്ന് എനിക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സൊന്നും മാറാൻ നേരല്ല, എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് ഇടണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് ബീച്ചിൽ പോകുന്നവരാണ്, കാപ്പാട് ബീച്ചിൽ പോകുന്നവരാണ്, അങ്ങനെ പല ബീച്ചുകളിൽ ഞാൻ പോകാറുണ്ട്. ഓക്കെ, അങ്ങനെ കോഴിക്കോട് ബീച്ചിനെ പറ്റി പറഞ്ഞു. കോഴിക്കോട് ബീച്ചിലേക്ക് ഇറക്കി നിർത്തിയ തട്ടുകടകളോ സംഭവങ്ങളോ അതൊരു സൗന്ദര്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യമായിരുന്നു. എന്നാൽ അത് മാറ്റി നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാക്കി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൂടുതൽ വേസ്റ്റ് ഇല്ലാത്ത ഒരു മേഖല ആയി കോഴിക്കോട് ബീച്ചിനെ മാറ്റുക എന്നുള്ളതിന്റെ ഭാഗമായി വളരെ ബുദ്ധിപരമായ അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമായിരുന്നു അത്. ഇത് ആക്ച്വലി ഇതിന്റെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു പണ്ടുണ്ടായിരുന്ന ബീച്ചിന്റെ വ്യൂ ഒക്കെ പോയിട്ടുണ്ട്. കാരണം ഈ തട്ടുകടകളാണ്, മറ്റേ ഈ സ്റ്റാളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം നടക്കില്ല. കാരണം ആൾക്കാർ നന്നാവണം. കാരണം ഈ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൽ ഇപ്പം കോഴിക്കോട്ടുകാർ മാത്രമല്ല മറ്റുള്ള നാട്ടിൽ നിന്ന് ആൾക്കാരും കോഴിക്കോട് ബീച്ച് കാണാൻ വരാറുണ്ട്, കോഴിക്കോട് ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട്. ഈവനിങ് കോഴിക്കോട് ബീച്ച് പോവുക എന്നുള്ളത് എല്ലാവരുടെയും ആ ഒരു ലിസ്റ്റിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടുന്ന് ഒരു കല്ലുമ്മക്കായ കഴിക്കാതെ ആരും അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു സംഭവം കഴിക്കാതെ ആരും കോഴിക്കോട് വിട്ടു പോകാറില്ല. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ റീസെന്റ് ആയിട്ടുള്ള കുറച്ചുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെപ്പറ്റി. രാവിലെ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും വൈകിട്ട് കടകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്. ശുചിത്വത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മന്ത്രി MP രാജേഷ് ഉദ്ഘാടന സമയത്ത് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇതൊക്കെ ആര് കേൾക്കാൻ? ആദ്യം വന്നവർ അശ്രദ്ധ കാരണം വലിച്ചെറിഞ്ഞ മാലിന്യത്തിനിടയിൽ ഇരുന്നാണ് പിന്നാലെ വരുന്നവർ ആഹാരം കഴിക്കുന്നത്. ഇരിപ്പിടങ്ങളിലും ചെടികൾക്കിടയിലുമൊക്കെ മാലിന്യം കൊണ്ട് തള്ളുകയാണ് ജനങ്ങൾ. ഡെയിലി തന്നെ ഇവിടുത്തെ അവസ്ഥ. രാവിലെ വന്നിട്ട് ടീം വന്നിട്ട് ക്ലീൻ ആക്കും ഞങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ഇതാണ് സംഭവം. ആ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോ മലയാളികൾ പ്രബുദ്ധരാണ് നിങ്ങൾ നാഴിക 40 വട്ടം സ്വയം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നിൽ പോയി ഞാൻ പ്രബുദ്ധനാണോ എന്ന് പറഞ്ഞ് നടന്നിട്ടൊരു കാര്യമല്ല. നമ്മൾ പ്രബുദ്ധനാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പ്രവൃത്തിയിലൂടെ കാണിക്കണം. പല മലയാളികൾ പൂർണ്ണമായും പ്രബുദ്ധരല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ മലയാളിയിൽ കുറേ ആൾക്കാരും, ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അതിനെപ്പറ്റി കൃത്യമായ കണക്കുകളില്ലാതെ ഞാൻ ഭൂരിഭാഗം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്നാൽ കൂടുതൽ ആൾക്കാരും പ്രബുദ്ധരല്ല എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാം. കാരണം പ്രബുദ്ധരായ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ കോഴിക്കോട് ബീച്ചിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ എക്സാമ്പിൾ, പല എക്സാമ്പിളുകളാണ് കഴിക്കാം. പക്ഷേ ഇപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക് കോഴിക്കോട് ബീച്ചിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് കോഴിക്കോട് ബീച്ചിന്റെ ടോപ്പിക് എടുക്കാം. അപ്പൊ കോഴിക്കോട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പ്രബുദ്ധരാടെ വന്നു, എത്ര പ്രബുദ്ധരല്ലാത്ത മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള. മലയാളികൾ മാത്രമേ, ചിലപ്പോൾ മറ്റുള്ള സംസ്ഥാനക്കാരുണ്ടാവും കേട്ടോ, അതിലും പ്രബുദ്ധരല്ലാത്തവരും ഉണ്ടല്ലോ. എന്നാൽ നമുക്ക് ഈ വേസ്റ്റുകളിൽ നിന്നും ആ ചിന്തകളിൽ നിന്നും നമുക്ക് എത്ര കേരള സ്റ്റേറ്റ് പ്രബുദ്ധർ, എത്ര മറ്റ് സ്റ്റേറ്റ് പ്രബുദ്ധർ അല്ലെങ്കിൽ പ്രബുദ്ധരല്ലാത്തവർ എന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാം. കോഴിക്കോട് ബീച്ചിൽ ചില വീഡിയോകൾ റീസെന്റ് ആയിട്ടുള്ള ഈ ഒരു സൗന്ദര്യവൽക്കരണത്തിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ബ്യൂട്ടിഫിക്കേഷൻ കൊണ്ടൊന്നും കാര്യമല്ല. കാരണം ആൾക്കാർ നന്നായില്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാകുക. ഈ ഭക്ഷണം കഴിച്ചിട്ട് ഈ സ്റ്റാളിന്റെ ചോട്ടിൽ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ വേസ്റ്റ് ബാസ്ക്കറ്റ് എവിടെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിട്ടും തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ആ ഇരുന്നിടത്ത് വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. കാരണം അങ്ങനെയുള്ള മെന്റാലിറ്റി മാറണം. എന്നിട്ട് പിറ്റേന്നത്തെ ഫ്ലൈറ്റിന് ഫാമിലിയുടെ ഗുഡ് ബൈ പറഞ്ഞ് ഗൾഫ് പോകും. എന്നിട്ട് ആടുന്ന് പറയും എന്ത് നാടോ കോഴിക്കോട് ബീച്ചിൽ, എന്ത് നാടോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ വേസ്റ്റ് വലിച്ചെറിയാണ്, ഇവിടെയൊക്കെ കോക്ക് എന്ത് സുന്ദരമാണ്, തീരെ വേസ്റ്റില്ല. പേടിച്ചിട്ടല്ലേ ഈ പറയുന്ന ആൾക്കാരൊന്നും നാട് എറിയാത്തത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. ഈ പറഞ്ഞ ചങ്ങായി നാട്ടിൽ വന്നിട്ട് ഇത് കഴിച്ചിട്ട് വേസ്റ്റ് ആട്ടിട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ മെന്റാലിറ്റി. നമ്മളിങ്ങനെ ചുമ്മാ ബ്രാഗ് ചെയ്യുക. അതായത് നിന്റെ നാട് നന്നില്ല, എന്റെ നാട് നന്നാക്കാൻ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൊടുക്കുക, അതുമില്ല. ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇതിന് മുന്നൊരു ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്നത്. അതായത് മറ്റേ
കോഴിക്കോട് ബീച്ചിന്റെ എൻട്രൻസ് കയറി വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ലോണൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ടിലൊക്കെ ആക്കി അവിടെയൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫാമിലി. ഞാൻ ആ ഫാമിലിയോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയാണ്, കുട്ടികളും ഒക്കെ അടങ്ങിയിട്ടുള്ള അവർ ബിസ്ക്കറ്റ് കഴിച്ചിട്ട്, ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകൾ 1, 2, 3 പാക്കറ്റുകൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നീല കളർ ഗുഡ് ഡേ അപ്പോൾ കഴിച്ചിട്ട് അവരിയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കാലിൻ്റെ പെട്ടെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ട് തൊട്ടടുത്ത് ഇവർ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടില്ല. ആ സ്ത്രീ ആ സാധനം ഒറ്റയിടല്ല അന്നലത്തേക്ക്. ഇതിൻ്റെ ഞാൻ അന്നേരം തൊട്ടടുത്തേക്ക് വരാം. ഞാൻ ചോദിച്ചു, ചേച്ചി നിങ്ങൾ അത് പുറത്തേക്ക് ഇട്ടത് ശരിയായില്ല. എനിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവർ ഗൾഫിൽ ഉള്ള ടീമാണ്. അപ്പം മുമ്പ് ചിലരെ കണ്ടാൽ നമുക്ക് ഗൾഫുകാരാണെന്ന് തോന്നുകയല്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. ഒരുപക്ഷെ അവർ ഗൾഫുകാരായിക്കല്ലോ, അതിനുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾ ഗൾഫുകാരല്ല. ഓക്കെ, പോട്ടെ. അപ്പോൾ എന്തായാലും ആ വേസ്റ്റ് ഗൾഫുകാരനാണോ ഗൾഫുകാരനല്ല, ആ വേസ്റ്റ് ആ ബിസിനസ് ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഇട്ടത് പുറത്തേക്കാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ തൊട്ടടുത്ത് ഈ വേസ്റ്റ് ബാസ്ക്കറ്റില്ലേ, അതിൻ്റെ അകത്തേക്ക് ഇട്ടൂടെ? ഇങ്ങനെ ചോദിക്കുന്ന ഞാൻ ചോദിച്ചു, എനിക്ക് തന്നെ തോന്നുന്നു ചോദിക്കണം. പിന്നെ എൻ്റെ സർവ്വധൈര്യം എടുത്ത് അങ്ങ് ചോദിച്ചതാ. ഓക്കെ, ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് ഞാനാണ് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഞാൻ എന്തേണ്ടോ ഈ ഭാഗം വൃത്തിയായിരിക്കില്ല എന്ന് ചോദിച്ചാൽ ആ ഒരു ബ്രീഫ് ടോക്ക് വളരെ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടുന്ന് മാറിപ്പോയി. ഇതുപോലെ എല്ലാവരും തയ്യാറാവണം. കാരണം നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം. ഇപ്പോൾ 1, 2 ആൾക്കാർ ഞാനിപ്പോൾ ചിന്തിക്കാം, എല്ലാവരോടും ഞാൻ ചോദിക്കും കാണുന്നത്. ഞാൻ ബീച്ചിൽ വൈകുന്നേരം ചെന്നിട്ട് അല്ലെങ്കിൽ ചേർന്ന് എനിക്ക് ഇത് തന്നെ പണിയത്, എനിക്ക് ബീച്ച് കാണാൻ നേരം ഉണ്ടാവില്ല. ആൾക്കാരോട് മുഴുവൻ ഞാനിങ്ങനെ പോയിട്ട് നിങ്ങളെന്താ അവിടെ ഇട്ടത്, എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും, നിങ്ങളെന്താ അവിടെ ഇട്ടത്. അപ്പോൾ അത്രയും ഇതാണ്. അപ്പോൾ പ്രബുദ്ധത നമ്മൾ പ്രവൃത്തി കൊണ്ട് കാണിക്കണം, അല്ലാണ്ട് കൃത്യമായ ഫൈനുകൾ കൊടുത്ത് ആൾക്കാരെ മാറ്റിയെടുക്കുക അല്ലാതെ നാട്ടുകാർ നന്നാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ, കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾ വന്ന് വൈകുന്നേരം വന്ന് കോഴിക്കോട് ബീച്ച് കാണുമ്പോൾ മൊത്തം അങ്ങനെ വേസ്റ്റാ. അപ്പൊ നമ്മളെ പ്രബുദ്ധത, നമ്മളെ പ്രൈഡാണ് അവിടെ നശിച്ചു പോകുന്നത്. അപ്പൊ അവർ പറയും ചുമ്മാ പ്രബുദ്ധരാന്ന് പറഞ്ഞിട്ടില്ല, വേസ്റ്റ് ഇടാൻ അറിയാത്ത ആൾക്കാരാണെന്ന്. അതിലുള്ള ചില പ്രബുദ്ധരല്ലാത്തവരൊന്നും പറയില്ല. അതിലുള്ള ചില പ്രബുദ്ധർ മലയാളികളെ പറ്റൊരു മലയാളികൾ പ്രബുദ്ധരല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വി ഷുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ടു അതേഴ്സ്, ദാറ്റ് സേയിങ് ദാറ്റ് വി ആർ ലൈക്ക് ദിസ്, വൈ കാൻറ്റ് യു ബി ലൈക്ക് ദാറ്റ്. നമ്മളിങ്ങനെ ഉത്തർപ്രദേശിൽ പോയി അവിടെ വൃത്തിയില്ല, ഇതെന്ന് എന്തെന്നായതെന്നും പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ ആദ്യം ശരിയാക്കുക, എന്നിട്ടേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വി ഷുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ആൻഡ് ദെൻ വി ക്യാൻ ആസ്ക് ദെം, സി വി ആർ ലൈക്ക് ദിസ്, സോ വൈ കാൻറ്റ് യു ബി ലൈക്ക് ദിസ് എന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റണം. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പണ്ട് നിങ്ങൾ ഓർമ്മയില്ല, മറ്റേ വയനാട് ചുരത്തിൽ മറ്റേ നമ്മളെ നെതർലാൻഡ്സ് വ്ളോഗറില്ലേ നിക്കോ അവനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് സുന്ദരമായ പ്രദേശമാണ്, പ്ലീസ് ഡോണ്ട് ഡൂ ദിസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്തേക്ക് ആ ഒരു വേസ്റ്റ് ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ട് ഈ സൗന്ദര്യം കണ്ടിട്ട് കാണാൻ വരുന്ന ആൾക്കാർ അതിനെ വൃത്തികേടാക്കുകയാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണ്ടേ നിങ്ങൾക്ക്. ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. കോഴിക്കോട് ബീച്ചിന്റെയും സ്ഥിതി വളരെ ദയനീയമായിരിക്കും ഇത് ഇതേപോലെ പോകുകയെന്നുണ്ടെങ്കിൽ. കാരണം കോഴിക്കോട് ബീച്ചിൽ കാല് വെക്കാൻ പറ്റുമല്ലോ നമുക്ക്. പല സ്ഥലങ്ങളിൽ ഈ വേസ്റ്റും അതും ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പോയി നോക്കുക. ഞാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരങ്ങൾ പോയി നോക്കൂ. കോഴിക്കോട് ബീച്ചിൽ പല സ്ഥലങ്ങളിലും വേസ്റ്റുകൾ ഒരു വൃത്തിയില്ലാത്തൊരു കണ്ടീഷനാണ് കോഴിക്കോട് ബീച്ചിൽ. അതേസമയം നിങ്ങൾ കാപ്പാട് ബീച്ചിൽ പോയി നോക്കുക. കാപ്പാട് ബീച്ചിൽ കുറച്ചുകൂടി നല്ല വൃത്തിയാണ്. കാരണം നമ്മൾ ആ കടൽ തീരത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വേസ്റ്റുകൾ കൂടുതൽ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ കൂടുതൽ തിരക്കില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ പ്രബുദ്ധർ മാത്രം വരുന്ന സ്ഥലമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്താട്ടെ. അപ്പോൾ എന്തായാലും വേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പക്ഷേ അത് വളരെ നന്നായി ആ കാപ്പാട് ബീച്ച് മാനേജ്മെന്റ് ആരാണോ ആ മാനേജ്മെന്റ്, ആ പഞ്ചായത്ത് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഈ മാനേജ്മെന്റ് ഒക്കെ ഒന്ന് ഡൗൺ ആവും എന്നുള്ളത് സത്യം തന്നെ. എന്നാലും കാപ്പാട് ബീച്ചിൽ ഈ സംഭവങ്ങൾ ഞാൻ കണ്ടില്ല. കാപ്പാട് ബീച്ച് കുറച്ചുകൂടി നമുക്ക് സുന്ദരമായിരിക്കാൻ ഒരു വെൽ സ്പെൻഡ് ഈവനിങ് എന്ന് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കുറിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബിക്കോസ് അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ഇതുപോലെ ഈ വലിച്ചെറിയലുകൾ, ഈ തോന്നിവാസങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എത്ര ബ്യൂട്ടിഫൈ ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ നന്നാവാതെ ഈ ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും എവിടെ എത്തില്ല എന്നാണ് എൻ്റെ ടേക്ക്. സോ ഗുഡ് ബൈ.